പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ബാല്യകാല അനുഭവങ്ങളും നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന കുട്ടിക്കാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെടുന്ന വികാരങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ പല രീതിയിൽ കുട്ടിക്കാലത്ത് അടിച്ചമർത്തപ്പെട്ടിരിക്കാം. മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ബാല്യകാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെടുന്ന വികാരങ്ങളും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സമീപനം നമ്മളോട് പറയുന്നു. മനോവിശ്ലേഷണ സമീപനത്തിൽ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിൽ സംഭരിക്കപ്പെടുന്ന അനുഭവങ്ങള്, അടിച്ചമർത്തപ്പെടുന്ന വികാരങ്ങള്, ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. വളരെ ശരിയല്ലേ? ഞാൻ ലാസ്റ്റ് വായിച്ച ഓം പ്രകാശ് വാൽമീകിയുടെ ജൂഡൻ എന്ന് പറയുന്ന ആത്മകഥയുണ്ട്. അതിൽ അദ്ദേഹം കുട്ടിക്കാലത്ത് അനുഭവിച്ച പേടിയെ കുറിച്ച് പറയുന്നുണ്ട്. മാഷ പേടിയാണ്, എന്നും പേടി, ഭയങ്കര പേടി, മാഷ് വെറുതെ അടിക്കും. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു വരിയുണ്ട്, എല്ലാ ദിവസവും പേടി